നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ള ഒരു പഴഞ്ചൊല്ലില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ചില CPM പ്രവർത്തകരുടെ ഇന്നത്തെ നിലനിൽപ്പ്, അല്ലെങ്കിൽ അവരുടെ ചില ചെയ്തികൾ. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം UDFന്റെ നിലപാടുകളാണ്, UDFന്റെ തീരുമാനങ്ങളാണ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെ പോലും തിരഞ്ഞെടുക്കാനായില്ലേ എന്നുള്ള വിമർശനം അതിശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് മൂന്ന് പക്ഷമായിട്ട് തിരിഞ്ഞ UDF പ്രവർത്തകർ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്നത് പോലെയാണ് ഫ്ലെക്സുകൾ കീറി എറിയുന്നതും ആ ഫ്ലെക്സിന് പകരം അവിടെ മറ്റു പലരുടെയും ഫോട്ടോ, ഇപ്പോൾ ഉദാഹരണത്തിന് KCയുടെ ഫ്ലെക്സ് കീറി അതിന് മുകളിലായിട്ട് VD സതീഷിന്റെ ഫോട്ടോ വയ്ക്കുന്ന VD അനുകൂലികൾ, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ശക്തമാകുന്നത്. ഇതിനിടയിൽ ഈ പറഞ്ഞതുപോലെ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നത് പോലെ ഒരു CPM പ്രവർത്തകൻ ചെയ്ത ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. CCTV ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാതെ ചെയ്ത കാര്യമാണ് എങ്കിലും അമളി പറ്റിയിട്ടും എന്തുകൊണ്ട് താൻ അങ്ങനെ ചെയ്തു എന്നുള്ളൊരു പ്രതികരണമൊക്കെയാണ് ഇപ്പോൾ നൽകുന്നത്. അതായത് വലിയ രീതിയിൽ UDFൽ വിമർശനം ഉണ്ടാകുന്ന തരത്തിൽ പലയിടങ്ങളിലും ഫ്ലെക്സുകൾ സ്ഥാപിതമാകുന്നുണ്ട്. KC വിജയിച്ച് മുഖ്യമന്ത്രിയായി വരണം എന്ന തരത്തിൽ അവകാശപ്പെട്ടുകൊണ്ട് KC ആയിരിക്കും ഇനി കേരളം നയിക്കുക എന്ന തരത്തിലൊക്കെ പല ഫ്ലെക്സുകളും ഉയർന്നിരുന്നു. അത്തരത്തിൽ ഉയർന്നു പൊന്നിയ ചില ഫ്ലെക്സുകളിൽ കൊണ്ടുവച്ചിരിക്കുന്നത് ഈ UDFലുള്ള ആളുകളെല്ലാം മറിച്ചു CPM പ്രവർത്തകനായ ഇദ്ദേഹമാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത് വിവാദമായതോടെ, അല്ലെങ്കിൽ ഈ ഫ്ലെക്സ് വെക്കുന്ന രീതി CCTVയുടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നതോടെ ആ CPM പ്രവർത്തകൻ നൽകുന്ന മറുപടിയും വളരെ വ്യത്യസ്തമാണ്. ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് താൻ KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് വച്ചതെന്നാണ് CPM പ്രവർത്തകനായ അരവശ്ശേരി മുഹമ്മദ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. CCTV കേടാണെന്ന് കരുതിയാണ് താൻ അങ്ങനെ ചെയ്തതെന്നും അയാൾ വ്യക്തമാക്കുന്നു. പുതിയത് വച്ചത് അറിഞ്ഞില്ല എന്നും മുഹമ്മദ് പറഞ്ഞ് വാട്സപ്പ് സന്ദേശം കോൺഗ്രസുകാർ തന്നെയാണ് പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിൽ KC വേണുഗോപാലിന്റെ ഫോട്ടോ വയ്ക്കുന്ന ഒരു രീതി തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരുന്നത്. KC നയിക്കട്ടെ എന്ന് എഴുതിയ ഫ്ലെക്സ് ബോർഡ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസിന്റെ പേരിലായിരുന്നു ആ ഫ്ലെക്സ് ഉണ്ടായിരുന്നത് എന്നതും ശ്രദ്ധേയം. ഇതിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ബോർഡ് വയ്ക്കുന്നത് CCTVയിൽ തെളിഞ്ഞതോടെ നാട്ടുകാരെല്ലാം വിവരമറിഞ്ഞു. ഈ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് CPM പ്രവർത്തകനാണ്. സംഭവം സംസ്ഥാന തലത്തിൽ ചർച്ചയാകുന്നതിനിടയിലാണ് അരവശ്ശേരി മുഹമ്മദിന്റെ വാട്സപ്പ് സന്ദേശം കൂടെ പുറത്തേക്ക് വരുന്നത്. ക്യാമറ കേടാണെന്ന് കരുതിയാണ് താൻ ഫ്ലെക്സ് വെച്ചതെന്നും പുതിയത് കണ്ടില്ല എന്നുമാണ് വാടാനപ്പള്ളി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അരവശ്ശേരി വ്യക്തമാക്കുന്നത്. പ്രദേശത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയ്ക്ക് മുഹമ്മദ് നൽകുന്ന മറുപടിയാണ് ഈ ശബ്ദ സന്ദേശം. കോൺഗ്രസിൽ വിപ്ലവം വരാൻ ചെയ്തതാണ് ഇത് എന്നും മുഹമ്മദ് പറയുന്നു. ഞാൻ ബോർഡ് വച്ചത് എന്റെ പ്രസ്ഥാനത്തോട് ഏറ്റവും എതിരുള്ള പ്രസ്ഥാനത്തിന്റെ നാശത്തിന് വേണ്ടിയാണ്. വാടാനപ്പള്ളി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആളുണ്ട്. നേതാക്കന്മാർക്കെതിരെ നിരന്തരം പോസ്റ്റ് ഇടുന്ന ആളുകളുണ്ട്. ഞാൻ അത്തരം താരംതാണ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള കോൺഗ്രസിൽ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തു എന്നതൊക്കെയാണ് മുഹമ്മദ് ഇത്തരത്തിൽ വോയിസ് സന്ദേശത്തിലൂടെ പറയുന്നത്. ക്യാമറയുള്ള കാര്യം താൻ അറിഞ്ഞില്ലെന്നും ക്യാമറ കേടായിരുന്നു എന്ന ധാരണയിലാണ് താൻ ഇത് ചെയ്തതെന്നും മുഹമ്മദ് തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. മൊബൈൽ ഷോപ്പിൽ നിന്നാണ് ക്യാമറ വന്നത് എന്ന് തോന്നുന്നു. ക്യാമറ കേടാണെന്നായിരുന്നു താൻ അറിഞ്ഞത്. ആ ധൈര്യത്തിലായിരുന്നു ഫ്ലെക്സ് വെച്ചതെന്നും മുഹമ്മദ് പറയുന്നുണ്ട്. ഒരുപാട് പേരുടെ മെസ്സേജ് കണ്ടെന്നും ആർക്കെങ്കിലും ചൊറിയാൻ നിർബന്ധമുണ്ട് എങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കാനെന്നും മുഹമ്മദ് ഈ ശബ്ദ സന്ദേശത്തിലൂടെ പറയുന്നുണ്ട്. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് മുഹമ്മദ് ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയായി KC വരട്ടെ എന്നതായിരുന്നു ബോർഡിന്റെ പ്രധാനപ്പെട്ട വാചകം. ഇയാളുടെ ഭാര്യ CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം കൂടെയാണ്. സംഭവത്തിൽ UDF മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. നേതാക്കന്മാരുടെ നിർദ്ദേശത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലെക്സുകൾ നീക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു വാടാനപ്പള്ളിയിൽ CPM പ്രവർത്തകനായിട്ടുള്ള ഇത്തരത്തിൽ മുഹമ്മദ് ഇങ്ങനെ ഒരു പ്രകോപനകരമായിട്ടുള്ള ഒരു നടപടി എടുത്തത്. UDF മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. പ്രതിഷേധ പ്രകടനവും ഇതിന്റെ ഭാഗമായി നടന്നുവെന്നാണ്
എന്നാണ് വിവരങ്ങൾ. CPM-ന്റെ ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ എന്നതാണ് ഈ UDF നേതൃത്വം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം 11 മണിയോടെയാണ് ഇത്തരത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് കേസ് നയിക്കട്ടെ എന്ന് എഴുതിയ ഫ്ലെക്സ് ബോർഡ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ CPIM നേതാവ് സ്ഥാപിക്കുന്നത്. രാവിലെ അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ CCTV ചതിച്ചതോടെ നാട്ടുകാരെല്ലാം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി. CPM-ന്റെ ലോക്കൽ ഏരിയ നേതാക്കന്മാരുടെ ബലത്തിലാണ് ഈ കുൽസിത പ്രവൃത്തി എന്നാണ് മണ്ഡലം UDF നേതാക്കളുടെ ആരോപണം. CPM വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും പട്ടിലങ്ങാടി ബ്ലോക്ക് മെമ്പറുടെ ഭർത്താവുമാണ് മുഹമ്മദ് അരുവശ്ശേരി. ഇത്തരമൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നടത്തിയിട്ടുള്ള ഈ പ്രവൃത്തി CPM-ന്റെ പ്രതിരോധത്തിലാക്കുന്ന ഒന്ന് തന്നെയാണ് എന്നും ഇപ്പോൾ വിമർശനങ്ങൾ വരുന്നുണ്ട്. LDF സർക്കാരിന്റെ 2ാം വാർഷിക ആഘോഷങ്ങൾക്കിടെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന തരത്തിലുള്ള ബോർഡുകൾ വെച്ചത് ഇത് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോലും മൂർച്ഛിപ്പിക്കാനാണ് എന്നുള്ളത് ലക്ഷ്യമെന്ന് വ്യക്തമായി കഴിഞ്ഞു. സംഭവം വിവാദമായതോടെ UDF മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നതും വിവരങ്ങളുണ്ട്. CPM ലോക്കൽ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിന്റെ അറിവോടുകൂടെയുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലുള്ളത് എന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ എതിരാളികളെ കുടുക്കാൻ നോക്കി ഒടുവിൽ CCTV ക്യാമറയിൽ കുടുങ്ങിയ മുഹമ്മദിന്റെ വിപ്ലവ നീക്കമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇതിൽ വലിയ രീതിയിൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ട്രോളുകളും വരുന്നുണ്ട്. അതേസമയത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോര് അതിനി എപ്പോൾ അവസാനിക്കും എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കേരളത്തിൽ 2 തവണ അധികാരത്തിലെത്തിയ LDF സർക്കാരിന്റെ ദുർഭരണവും ധാർഷ്ട്യവും അത് സഹിക്കാൻ സാധിക്കാതെയാണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന തരത്തിൽ LDF-നെ മാറ്റി UDF-നെ കൊണ്ടുവരാൻ വേണ്ടി സത്യം പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും വോട്ട് മാറ്റിക്കുറ്റത്. എന്നിട്ട് പോലും ഇപ്പോഴൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു വിവാദങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യം നേതാക്കന്മാരുടെ മറുപടികൾ. കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് LDF നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ LDF സർക്കാരിന് മാത്രമുള്ള ഒരു മറുപടിയല്ല. ആര് ഭരിച്ചാലും അവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ആര് ഭരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കണം, ആര് കേരളം ഭരിക്കണം, ആര് ഇവിടെ ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അത് പൊതുജനമാണെന്നും അതിനാൽ ജനങ്ങളെ സേവിക്കലാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്നത് കൃത്യമായി മനസ്സിലാക്കണമെന്നുമുള്ള ബോധ്യം നൽകാനുള്ള ഒരു മുന്നറിയിപ്പാണ് ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിലൂടെ മറുപടിയായി നൽകിയതെന്നാണ് ചാണ്ടി ഉമ്മനെ പോലുള്ള ഒരുപാട് ആളുകൾ പറയുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം സംഭവിച്ച് ഏറ്റവും വലിയ ആഘോഷമായിട്ട് ഇതിനെ മാറ്റേണ്ടുന്ന സാഹചര്യത്തിൽ പോലും കസേരയ്ക്ക് വേണ്ടിയുള്ള തമ്മിലടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വലിയ പോരാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വെറും മാധ്യമ സൃഷ്ടി അല്ലെങ്കിൽ മാധ്യമങ്ങളാണ് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന UDF പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ അവർക്ക് പോലും അവരുടെ നേതാക്കന്മാരിൽ പലരെയും പരസ്പരം കരിവാരി തേക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുൻവശത്തായിട്ട് നടന്ന ഒരു VD അനുകൂലികളുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു സമരം എന്നുള്ളതൊക്കെ തന്നെ. അവിടെ VD സതീശന് വേണ്ടി സമരം എന്നുള്ള രൂപേണ വന്ന ആളുകൾ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ തന്നെ പാർട്ടിയിലെ മറ്റൊരു നേതാവിൻ്റെ മുഖത്ത് കരിവാരി തേച്ചു എന്നുള്ളതാണ്. KC വരട്ടെ എന്ന തരത്തിൽ ഫ്ലെക്സുകൾ ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ പറയുന്ന UDF പ്രവർത്തകർ തന്നെ വലിച്ചു കയറി അതിന് മുകളിലായിട്ട് VD സതീശന്റെ ഫോട്ടോ വയ്ക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്നത് ഈ പറയുന്ന UDF പ്രവർത്തകർ ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം മറന്നു പോവുകയാണ്. ഈ 5 വർഷം എന്തു ചെയ്തു എന്നതിനുള്ള മറുപടിയായിട്ടാണ് ഈ തിരിച്ച് ഒരു നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ UDF പ്രവർത്തകർ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി എന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ ഏറ്റവും വലിയ നാണക്കേട് സഹിച്ചു നിൽക്കുന്ന LDFനെ രക്ഷിക്കാൻ വേണ്ടി ഈ തമ്മിലടി ഒരു മാർഗമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. LDFനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ 3 സീറ്റുകൾ BJP പിടിച്ചിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലാണ് BJP മുന്നിലേക്ക് വന്നത്. ആദ്യം 1, പിന്നെ 2, പിന്നെ 3, പിന്നെ ഒറ്റയടിക്ക് മുകളിലേക്കുള്ള കുതിപ്പ്. അത്തരത്തിലാണ് പല സംസ്ഥാനങ്ങളും BJP കീഴടക്കിയത്. അത്തരത്തിൽ വളരെ ആശങ്കാജനകമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ മുന്നിൽ നിൽക്കവെയാണ് ഇത്തരത്തിൽ സീറ്റിന് വേണ്ടിയുള്ള തമ്മിലടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJPക്ക് എങ്ങനെയാണ് ആ 3 സീറ്റ് കിട്ടിയത്, വോട്ടുകൾ ഏത് രീതിയിലാണ് മറിഞ്ഞത് എന്നതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന സാഹചര്യം. അത്തരം സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോൾ പോലും UDF പ്രവർത്തകർ അതിനെയൊന്നും മാനിക്കാതെ, ഗൗരവം കൊടുക്കാതെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ തമ്മിൽ തല്ലുന്ന ഇവർ ഏത് തരത്തിലാണ് യൂണിറ്റിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തമ്മിലടിയാണ്. ഇനി ഈ ഒരു തീരുമാനം 1-2 ദിവസത്തിനുള്ളിൽ വരുമ്പോൾ അടുത്ത തമ്മിലടിക്കുള്ള സാഹചര്യങ്ങളും ഒരുങ്ങും. കാരണം MLA കസേരകൾ, ആ സീറ്റുകളൊക്കെ ഒരുപാട് സംഘടനകൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനി അടുത്ത തമ്മിലടി, ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വരുന്ന 5 വർഷവും തമ്മിലടിച്ച് കാര്യങ്ങൾ തീരുമാനമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിലൊക്കെ കിടന്ന് ചക്രശാസ്ത്രം വലിക്കാൻ പോകുന്നതാകട്ടെ പൊതുജനങ്ങളും. നമുക്കറിയാം, പിണറായി സർക്കാരിൻ്റെ അധികാര ധൂർത്ത്, അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാണ് നമ്മൾ. പലപ്പോഴും കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജിയെ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും പാർട്ടി മാറ്റി കുത്തില്ല എന്ന് ഉറപ്പിച്ച ചില ആളുകളുണ്ട്. അത്തരം ആളുകളെ പോലും ഈ പറയുന്ന ദുർഭരണം അസഹനീയമായപ്പോഴാണ് മാറ്റി ചിന്തിച്ചത്. അവർക്കൊട്ടും താല്പര്യമില്ലാതിരുന്നിട്ട് പോലും ഇനി ഇത് തുടർന്നാൽ മലയാളികളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുമെന്നുള്ള തീരുമാനത്തിലാണ് മറ്റൊരു പ്രസ്ഥാനത്തെ കൊണ്ടുവന്നത്. പക്ഷേ ഇത് അതിനേക്കാൾ വലിയ അബദ്ധമായി പോയല്ലോ എന്ന തരത്തിലാണ് UDF നേതാക്കന്മാർ തന്നെ വരുത്തി തീർക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചുകൂടെ എന്നുള്ള ചോദ്യങ്ങളും പൊതുജനങ്ങൾക്ക് ഇടയിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ ഈ പറയുന്നത് പോലെ വേലി തിന്നാൻ വരുന്ന വിളകൾ എന്നുള്ള തരത്തിൽ ചില UDF പ്രവർത്തകരും അതോടൊപ്പം തന്നെ പുരകത്തുമ്പോൾ വാഴ വെട്ടാൻ ശ്രമിക്കുന്ന ചില CPM പ്രവർത്തകരുമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും എല്ലാം സഹിച്ചും പൊറുത്തും കഴിയേണ്ടവർ മലയാളികളായ പൊതുജനങ്ങൾ തന്നെയാണ് എന്നുള്ള ഒരു വാസ്തവം മറക്കരുത്.